സംഭവബഹുലമായ അന്തരീക്ഷമാണ് ബിഗ് ബോസിനുള്ളിൽ നടക്കുന്നത്. 11 ദിവസം പിന്നിടുന്നതിനുള്ളിൽ മത്സരാർത്ഥികൾക്കിടയിൽ ഗബ്രി ജാസ്മിൻ കോംബോ വലിയ പ്രശ്നമാണ് സൃഷ്ടിച്ചിരുന്നത്. ജാസ്മിനും ഗബ്രിക്കും മുന്നറിയിപ്പുകളുമായി പല മത്സരാർത്ഥികളും എത്തിയിരുന്നുവെങ്കിലും തങ്ങളുടെ ബന്ധത്തെപ്പറ്റി ചോദിക്കുന്നവരോട് കയർത്ത് സംസാരിക്കുകയാണ് ഇരുവരും ചെയ്തിരുന്നത്. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് കളികൾ മാറിയിരിക്കുകയാണ്. ജാസ്മിൻ്റെ വീട്ടിൽ നിന്നും ഫോൺ വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ നേരെ തിരിഞ്ഞത്. അതുവരെ എല്ലാവരെയും വെല്ലുവിളിച്ചു നടന്ന ജാസ്മിൻ ആകെ തകർന്നു. ഗബ്രിയുമായി അകലം പാലിച്ചു എന്ന് മാത്രമല്ല, ആ ബന്ധം പ്രശ്നമാണെന്നുള്ള മുന്നറിയിപ്പ് ഗബ്രിക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഇമോഷണൽ ഡ്രാമ പുറത്തിറക്കി ജാസ്മിൻ വീടിനകത്ത് കരഞ്ഞു നടക്കുന്നതാണ് പിന്നീട് കണ്ടത്. താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം നെഗറ്റീവായിട്ടാണ് പുറത്തു പോയതെന്നും അതാണ് വാപ്പയ്ക്ക് ഇപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നുമൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞത്. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുമെന്ന് അറിയില്ലെന്നാണ് പറഞ്ഞത്. മാത്രമല്ല, വെള്ളിയാഴ്ച ജാസ്മിൻ്റെ വാപ്പയുടെ ഓപ്പറേഷൻ നടക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. എന്നാൽ ജാസ്മിനെ വീണ്ടും ഇമോഷണലാക്കുന്നൊരു ഗെയിമാണ് ബിഗ് ബോസ് നൽകിയത്. കൺഫെഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്നതിന് ശേഷം ഗബ്രിയോടല്ലാതെ ജാസ്മിൻ മറ്റാരോടും സംസാരിച്ചിരുന്നില്ല. പലരും ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും അവരുടെ മുഖത്ത് നോക്കാൻ പോലുമുള്ള ധൈര്യമില്ലായിരുന്നു. ഇതിനിടയിലാണ് പവർ ടീമിനെ റോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത്. ആക്റ്റീവ് അല്ലാത്ത പവർ ടീമിനെ ട്രോളുക എന്നതായിരുന്നു ടാസ്ക്. ബാക്കിയുള്ള ടീം പലതരത്തിലാണ് ഈ അവസരം വിനിയോഗിച്ചത്. പലരും ജാസ്മിനെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും റോക്കിയുടെ ടീം നല്ല രീതിയിൽ കളിയാക്കുകയാണ് ചെയ്തത്. ഒടുവിൽ സിജോയും ടീമും ടാസ്കിൽ വിജയിച്ചു. ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിൻ്റെ പൊട്ടിക്കരച്ചിലായിരുന്നു. ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞ ജാസ്മിനെ എല്ലാവരും ചേർന്ന് സമാധാനിപ്പിച്ചു. എന്നാൽ അലറിക്കരഞ്ഞുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു, എന്നെപ്പറ്റി ഇനി വീണ്ടും പറയരുത്. ഞാൻ കാലു പിടിക്കാം, വേണമെങ്കിൽ ഞാൻ ഓരോരുത്തരുടെയും കാലു പിടിക്കാം. നിങ്ങളെല്ലാം ചെയ്ത് ഇത്രയുമാക്കി. ഞാൻ കമ്മിറ്റഡാണ് ഗേസ്. ഞാനത് ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലായിരിക്കും, ഞാൻ ആരുടെ അടുത്തും ഒന്നിനും വരുന്നില്ലെന്നും ജാസ്മിൻ പറഞ്ഞു. ഗബ്രിയിൽ നിന്ന് അകന്ന് ഇരുവരും വേറെ വേറെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുവരെ രണ്ടാളും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് കണ്ടിരുന്നത്. മാത്രമല്ല, ജാസ്മിൻ കരയുന്നതടക്കം കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കാൻ മാത്രമേ ഗബ്രിക്ക് സാധിച്ചുള്ളൂ. ഇതിനിടയിൽ ബിഗ് ബോസ് ജാസ്മിൻ്റെ ഉപ്പയുടെ ഫോൺ സംഭാഷണം എപ്പിസോഡിൽ കാണിക്കാതിരുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. ഫോൺ കോൾ എന്തുകൊണ്ട് പ്രേക്ഷകരെ കേൾപ്പിച്ചില്ല എന്നതാണ് ചോദ്യം. പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ ഒരു നാടകമായിരുന്നു ഇത് എന്നും വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജാസ്മിന് മാത്രം എന്തിന് അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ജാസ്മിന് പുറകെ ഗബ്രിയെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചിരുന്നു. അത്യാവശ്യം ഉപദേശമൊക്കെ കൊടുത്തുവിട്ടാണ് ഗബ്രിയെ കൺഫെഷൻ റൂമിൽ നിന്നും തിരികെ അയച്ചത്. ഇതിനുശേഷം ലൈവിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഇനി അങ്ങനെ ഇരിക്കണ്ട എന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല എന്നും ജാസ്മിൻ പറഞ്ഞു. നന്നായൊന്ന് കിടന്നുറങ്ങി ഹാപ്പിയായി എഴുന്നേൽക്കാം എന്നു പറഞ്ഞാണ് ജാസ്മിനും ഗബ്രിയും രാത്രി പിരിഞ്ഞത്. ഇതിനുശേഷം ഗബ്രി ഒരുപാട് സമയം റസ്മിനോടായിരുന്നു തൻ്റെ മനസ്സ് തുറന്ന് സംസാരിച്ചത്. ജാസ്മിൻ കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് റസ്മിനെയാണെന്നാണ് റസ്മിനോട് പറഞ്ഞത്. ജാസ്മിനോട് അടുത്തുനിന്ന് തനിക്കിനി ഗെയിം കളിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ജാസ്മിനെ ചലഞ്ച് ചെയ്യാനാണ് തൻ്റെ ഉദ്ദേശമെന്നുമെല്ലാം റസ്മിനോട് ഗബ്രി പറയുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും വേർപിരിഞ്ഞതിനു ശേഷമുള്ള ഗെയിം പ്ലാൻ എങ്ങനെയായിരിക്കും എന്നറിയാനാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്.